ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആനയും ഞാനൊരു ആന പാപ്പാൻ്റെ ഫീലാണ്. ടോർക്കിയാണ്. വെൽക്കം ടു ഓൾ തിങ്സ് ഓട്ടോ. ഓൾ തിങ്സ് ഓട്ടോ എന്നുള്ളത് ചെന്നൈയിലെ മഹീന്ദ്ര SUV പ്രൂവിംഗ് ട്രാക്ക് ആയിട്ടുള്ള MSPTയിലാണ്. ഇവിടെ ഞാൻ വരാനുള്ള മെയിൻ റീസൺ എൻ്റെ കൂടുതൽ രണ്ട് വാഹനങ്ങളാണ്. രണ്ട് വാഹനങ്ങൾക്കും കുറേയേറെ പ്രത്യേകതകളുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത ഇത് രണ്ടും ബോൺ ഇലക്ട്രിക് വാഹനങ്ങളാണ്. മഹീന്ദ്ര സ്റ്റേബിളിലെ ആദ്യത്തെ രണ്ട് ബോൺ ഇലക്ട്രിക് വാഹനങ്ങളാണ്. എൻ്റെ റൈറ്റ് സൈഡിലുള്ളത് XEV90, എൻ്റെ ലെഫ്റ്റ് സൈഡിൽ PE60 ആണ്. സോ നമുക്ക് ഈ വാഹനങ്ങളുടെ വിശേഷങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഈ രണ്ട് വാഹനങ്ങളും ബേസ്ഡ് ഔട്ട് ഓഫ് ഇൻഗ്ലോ പ്ലാറ്റ്ഫോമാണ്. ഇൻഗ്ലോ പ്ലാറ്റ്ഫോം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ A to Z കാര്യങ്ങളൊക്കെ ഒരു ബോൺ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല ഈ രണ്ട് വാഹനങ്ങളും കാണാൻ കുറച്ച് ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും കുറേയേറെ കാര്യങ്ങൾ ഒന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ പോലെ ഇൻഗ്ലോ പ്ലാറ്റ്ഫോം ഒന്നാണ്. അത് മാത്രമല്ല ഈ വാഹനത്തിനകത്ത് രണ്ട് ബാറ്ററി പാക്കിൽ അവൈലബിൾ ആണ്. ഒന്ന് 79 kWh അതുപോലെ തന്നെ 59 kWh സെയിം ഈ ഒരു വാഹനത്തിലും കൂടി നമുക്ക് കിട്ടും. അത് മാത്രമല്ല ഈ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം ഒന്നാണ്, ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് സിസ്റ്റം ഒന്നാണ്, ഈ വാഹനത്തിനകത്ത് യൂസ് ചെയ്ത ഡൈനാമിക്സ് ഒക്കെ സെയിം ആണ്. എന്താ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്, 4.7 മീറ്റർ. ഈ വാഹനത്തിന് ലെങ്ത്ത് കുറവാണ്, 4.3 മീറ്റർ. ഇതല്ലാതെ ഈ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഡൈനാമിക്സിലും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ XEV90 സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇതാണ് വലിയ വാഹനം. സോ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ എന്താണ് മേജർ ആയിട്ടുള്ള മാറ്റം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡിസൈൻ ലാംഗ്വേജിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാറ്റം കാണാൻ സാധിക്കാം. ഇത് മോർ ഓവർ ഒരു XUV700ൻ്റെ ഒരു EV വേർഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആക്ച്വലി ഈ വാഹനത്തിൻ്റെ ആ ഒരു വിഡ്ത്തും ഈ വാഹനത്തിൻ്റെ ചാസിയൊക്കെ ഏകദേശം നമുക്ക് ആ ഒരു വാഹനത്തിൻ്റെ ഓർമ്മ നൽകും. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഹെഡ് ലാമ്പ് ക്ലസ്റ്റർ. പ്രൊജക്ടർ ടൈപ്പ് ഓഫ് LEDs ഉണ്ട്. അത് മാത്രമല്ല ഇവിടെ ക്യൂബ് ടൈപ്പ് ഓഫ് ഒരു ലൈറ്റിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ വാഹനത്തിനകത്ത് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു DRLs അവൈലബിൾ ആണ്. അപ്പോൾ ഈ DRLs സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. അപ്പോൾ ബോൺ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്ത് ഒന്നും ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ ഒരു ഏരിയയിൽ ഒരു എയർ ഇൻടേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന് എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ പല സ്ഥലത്തും നമ്മളിപ്പോൾ ക്ലീനൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയയൊക്കെ ഷാർപ്പ് എഡ്ജസ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഒരു ടോ ഹുക്കും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളുടെ പ്രത്യേകത വെച്ചാൽ രണ്ട് വാഹനങ്ങളും ADAS Level 2 സപ്പോർട്ട് ചെയ്യും. സോ ഇതിന് ഇവിടെ റഡാർ കാണാൻ സാധിക്കും. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ലോഗോയിൽ ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ ഒരു വാഹനം രണ്ടും ബോൺ ഇലക്ട്രിക് ആണെങ്കിൽ പോലും ഇതാണ് കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക്. അതായത് ഈ വാഹനം ശരിക്കും പറഞ്ഞു വെച്ചാൽ ഇതിന് എവിടെയെങ്കിലൊക്കെ XUV700ൻ്റെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു വാഹനത്തിൻ്റെയും ഫീൽ നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് പറയാം. ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കണക്റ്റഡ് ആ ഒരു സ്ട്രിപ്പ് കാണാൻ പറ്റും. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ ഉണ്ട്. ഈ വാഹനത്തിൻ്റെ ഹുഡിൻ്റെ അകത്ത് ഒരു സർപ്രൈസ് എലമെൻ്റ് ഉണ്ട്. അതെന്താണെന്നല്ലേ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് തന്നെയാണ് ആ ഒരു സർപ്രൈസ് എലമെൻറ്റ്. ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രങ്ക് 145 ലിറ്ററിൻ്റെ സ്പേസ് നൽകുന്ന ഫ്രങ്കാണ്. അപ്പോൾ ഇതിങ്ങനെ വരാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ മോട്ടർ ഇരിക്കുന്നത് റിയറിലാണ്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളും റിയർ വീൽ ഡ്രിവൺ വാഹനങ്ങളാണ്. റിയർ വീൽ ഡ്രിവൺ വാഹനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഓടിക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അത് മാത്രമല്ല ഇതിനകത്ത് ഹൈഡ്രോളിക് സ്റ്റഡ്സ് ഉണ്ട്. അതുകൊണ്ട് വല്ലാണ്ട് ആ ഒരു ശക്തി വേണ്ട അതിനെ പൊക്കാനായിട്ട്. അടഞ്ഞിട്ടില്ല എന്നാൽ പിന്നെ അടയ്ക്കാം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഈ വാഹനം ഇൻഗ്ലോ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ ഇൻഗ്ലോ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി വാഹനത്തിൻ്റെ ആ ഒരു വീൽ ബേസ് അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിലൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. സോ സ്റ്റാർട്ടിങ് വിത്ത് ടയർ സൈസ് നോക്കുകയാണെങ്കിൽ അലോയിൻ്റെ പാറ്റേൺ കാണാൻ സാധിക്കും. മഹീന്ദ്രയുടെ പുതിയ ലോഗോ കാണാം. അത് മാത്രമല്ല ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് 20 ഇഞ്ചിൻ്റെ ടയേഴ്സാണ്. SUV ആക്കാൻ നോക്കിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടെ ഒരു സെൻസേഴ്സ് കൂടി ഉണ്ട്. ഈ സെൻസർ വരാനുള്ള കേസ് എന്താ വെച്ചാൽ ഈ വാഹനത്തിനകത്ത് ഓട്ടോ പാർക്ക് ഉണ്ട്. പറ്റുമെങ്കിൽ നമുക്ക് അതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ORVM ആണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ കൂടി ഉണ്ട്. ഇത് നമ്മൾ XUV700 കണ്ട സെയിം ആ ഒരു ഫ്ലാഷ് ടൈപ്പ് ഓഫ് ഡോസ് ആണ്. അത് മാത്രമല്ല ഇതിൻ്റെ കൂടെ NFC സപ്പോർട്ട് ചെയ്യും. ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 202 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ബാറ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ മോർ ദാൻ 207 mm ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാറ്റിൻ്റെ ശല്യം ഉണ്ടാവും. സോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ, കാരണം വേറൊരു ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ ഇവിടെ മഴ വരും. ഇനി നമുക്ക് ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ A പില്ലർ B പില്ലറിന് ശേഷം ഈ വാഹനം പ്രോപ്പറായിട്ട് കേവ് ആവുന്നുണ്ട്. അതും ഭയങ്കര ഷാർപ്പ് എഡ്ജസ് ആണ്. ഇവിടെ ഷാർപ്പ് എഡ്ജ് കാണാം, ഇവിടെ കാണാം. അങ്ങനെ എല്ലാ സ്ഥലത്തും ഈ വാഹനത്തിന് ഷാർപ്പ് എഡ്ജ് ഉണ്ട്. ഈ വാഹനത്തിനകത്ത് ഒരു പ്രോപ്പർ പാനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റന ഉണ്ട്. അത് മാത്രമല്ല ഈ ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലൊക്കെ ഉറൂസ് വാഹനത്തിൻ്റെ ഫീൽ കിട്ടും. ആക്ച്വലി ബിയിലുണ്ടായിരുന്നു, ഇതിലും ആ ഒരു ഫീൽ ഉണ്ട്. ഇനി റിയറിലെ ടെയിൽ ലാമ്പിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ പോലെ തന്നെ
കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ആണ്. ഈ ഒരു സ്വൈപ്പിംഗ് ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. അതുമാത്രമല്ല ഈ വാഹനം ടെസ്ലയെ പോലെ ഒരു പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ്സ് ഒക്കെ ആനിമേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ കാണാൻ സാധിക്കും. മഹീന്ദ്ര ലോഗോ XEV9E ആ ഒരു ഫോണ്ടിലാണ് ബാജിങ് വന്നിട്ടുള്ളത്. ഇവിടെയാണ് നമുക്ക് റിഫ്ലക്റ്റേഴ്സും അതുപോലെ തന്നെ റിവേഴ്സ് ലാമ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ബമ്പർ. ആക്ച്വലി ഭയങ്കര പൊങ്ങിയിട്ടാണത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇത്രയും സൈസ് ഉണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓവർ ഹാങ് നോക്കുകയാണെങ്കിൽ ടയർ വെച്ച് നോക്കുമ്പോൾ അധികമായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ ഈ ഒരു ഏരിയയിൽ ഇത് കുറച്ചും കൂടി റേസ്ഡ് ആണെന്നുള്ള കാര്യം പറയാം. അപ്പോൾ ഇതായിരുന്നു XEV9യുടെ ആ ഒരു ഷേപ്പ്. ഞാൻ പറഞ്ഞ പോലെ 4.7 മീറ്ററിൻ്റെ ലെങ്ത് ഉണ്ട്. ഇവിടേക്ക് എത്തുമ്പോൾ വാഹനം കുറച്ച് ചെറുതായിട്ടുണ്ട്. പേര് പോലെ തന്നെ ഇത് BE6E ആണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ടോട്ടൽ ലെങ്ത് 4.3 മീറ്റേഴ്സാണ്. സോ അതിന് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു വാഹനം ഞാൻ പറഞ്ഞ പോലെ XUV700ൻ്റെ EV വേർഷൻ പോലെ തോന്നുകയാണെങ്കിൽ ഇത് പ്രോപ്പർ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു വാഹനമാണ്. BEയുടെ ബാജിങ് ഉണ്ട്, ബോൺ ഇലക്ട്രിക് ഉണ്ട്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഹെഡ് ലാംപ്സ് ഭയങ്കര ക്യൂട്ടാണ്. പക്ഷേ ഫംഗ്ഷനാലിറ്റിയിൽ ഒരു കുറവില്ല. നമ്മളിപ്പോൾ കാണുന്ന XUV700 വരുന്ന എല്ലാ ഫംഗ്ഷൻസും ഇവിടെ ഉണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ സിഗ്നേച്ചർ DRLs. ഈ ഒരു ഏരിയയിൽ റഡാർ ഉണ്ട്. അത് മാത്രമല്ല 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു സംഭവമാണ്. ആക്ച്വലി ഇത് വർക്കിംഗ് ആണ്. അതായത് ഇവിടുന്ന് ഞാൻ കൈ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി കൈ ഇവിടെ ടച്ച് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് ഈ വാഹനത്തിന് ഇത് കുറച്ചും കൂടി ഡ്രാഗ് എഫിഷ്യൻ്റ് ആക്കുന്നുണ്ടെന്ന് പറയാം. സോ ഇതായിരുന്നു ഈ രണ്ട് വാഹനം തമ്മിൽ വ്യത്യാസം. നിങ്ങൾക്ക് ഒന്നും കൂടി കാണാൻ സാധിക്കും. ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്നുള്ളത് താഴെ ഉറപ്പായിട്ടും കോമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഷേപ്പ് ഇഫ് കമ്പയർ ടു XEV9 വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഷാർപ്നെസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ആ ഒരു കട്ടിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് 3 എന്ന് പറയുന്നത് ഇതിൻ്റെ ഫുൾ ഓപ്ഷനാണ്. അതുമാത്രമല്ല ഒരു QR കോഡിൻ്റെ സംഭവം കൊടുത്തിട്ട് ഇതൊന്നും ചെയ്യാനില്ല. ആക്ച്വലി ഈ വാഹനത്തിൻ്റെ ഏത് വേരിയൻ്റാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇൻഗ്ലോ പ്ലാറ്റ്ഫോം ആയിട്ട് വീൽ ബേസ് കൂടിയിട്ട് 2775 mm. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കേസ് നോക്കുകയാണെങ്കിൽ ഇതും 9 തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടിനും ഏകദേശം 202 to 205 mm ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നുണ്ട്. റിയറിലും ഫ്രണ്ടിലും ഏകദേശം സെയിം പാറ്റേണൈസേഷനാണ് വീൽസിനകത്ത്. വലിയ വലിപ്പ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി ഈ വാഹനത്തിനകത്ത് എൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബിറ്റ് എന്താ വെച്ചാൽ ഞാനിപ്പോൾ അത് ചാർജ് ഇടുമ്പോൾ എനിക്ക് ആക്ച്വലി ചാർജ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് AC DC രണ്ടുണ്ടെന്ന് മാത്രമല്ല എത്ര ചാർജിങ് സ്റ്റേറ്റസ്. അപ്പോൾ നമ്മൾ ഈ Ioniq 5ലും അതുപോലെ തന്നെ കിയയുടെ E6 നമ്മൾ ഈ സംഭവം കണ്ടിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ എനിക്ക് എവിടെയൊക്കെ ഈ സെക്ഷനിൽ ഇവോക്കിൻ്റെ ഓർമ്മ വരും, അതുപോലെ തന്നെ സൈബർ ട്രക്കിൻ്റെ ഓർമ്മ വരും. ഇത് ഫങ്ഷനാലിറ്റിയുടെ കേസിൽ ഞാൻ ഹാപ്പിയല്ല. എൻ്റെ കൈ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല പ്രാക്ടിക്കൽ അല്ല എന്ന കാര്യം പറയാം. ആ ഒരു സംഭവത്തിൽ മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ കുറവ്. ഇതാണ് ഈ വാഹനത്തിൻ്റെ റിയർ. ഹിറ്റ് ഓർ മിസ്, അതാണ് ഞാൻ എപ്പോഴും പറയാറ്. കാരണം ഇഷ്ടപ്പെട്ട അങ്ങോട്ട് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീരെ ഇഷ്ടപ്പെടില്ല. സോ നമുക്കിവിടെ രസകരമായിട്ടുള്ള ആ ഒരു ടെയിൽ ലാംപ്സ് കാണാൻ സാധിക്കും. കണക്റ്റഡ് ആണ്. അത് മാത്രമല്ല ഇതിൻ്റെ അകത്തൊക്കെ ഇല്ലുമിനേഷൻസ് വരും, വണ്ടിയുടെ പേര് വരും. അത് മാത്രമല്ല നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് പ്രത്യേകിച്ച് ബാക്കിലത്തെ വാഹനത്തിന് കാണിക്കണമെങ്കിൽ സ്റ്റോപ്പെന്നോ അല്ലെങ്കിൽ പതുക്കെ വാഹനമൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇവിടെ നമുക്ക് എൻഗേജ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ആ വാഹനത്തിലെ പോലെ തന്നെ ടെസ്ല വാഹനത്തിനകത്ത് വരുന്ന പോലെ തന്നെ ഇതിൻ്റെ ലൈറ്റിങ്സ് ഒക്കെ നമുക്ക് ആക്ച്വലി പാർട്ടിനനുസരിച്ച് ഗ്ലോ ചെയ്യാൻ സാധിക്കും. ഇവിടെ പ്രോപ്പറായിട്ടുള്ള JLR വാഹനങ്ങളുടെ ഒരു ഫീല് കിട്ടും. എവിടെയൊക്കെ ഉറൂസിൻ്റെ ഫീലും കിട്ടും. ആക്ച്വലി സ്പോർട്ടിയാണ് ഈ വാഹനം ടോട്ടലി. മഹീന്ദ്രയുടെ പുതിയ ലോഗോ, പ്രത്യേകിച്ച് ഈ BE ലോഗോ എന്ന് പറയാം. BEയുടെ ബാജിങ് ഉണ്ട്. അത്രേ ഉള്ളൂ. ഈ വാഹനത്തിൻ്റെ ബമ്പറും മറ്റേ വാഹനത്തിനെ കണ്ട ബമ്പർ പോലെ ഇവിടെ ചില ഡിഫ്യൂസർ ഫീലൊക്കെ ഉണ്ട്. ആക്ച്വലി ഇത് EV ആണ്, പക്ഷേ എന്നാലും അതാണ് ഈ വാഹനത്തിൻ്റെ ടോട്ടലി ഷേപ്പ് വരുന്നത്. റിയറിൽ ക്യാമറ ഉണ്ട്, അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയേഴ്സ്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളിലെ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്നുള്ളത് താഴെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് പെട്ടെന്ന് ഈ രണ്ട് വാഹനങ്ങളുടെ ഇൻറ്റീരിയർ കൂടി ചെക്ക് ചെയ്യാം. അതിനുശേഷം രണ്ട് വാഹനം ഡ്രൈവ് ചെയ്യാം, എന്നിട്ട് ഒരു പ്രോപ്പർ വേർഡിക്കിലേക്ക് എത്താം. ടാറ്റ വാഹനങ്ങൾക്ക് മാത്രം കുത്തകയായിട്ടുള്ളൊരു സംഭവമായിരുന്നു 90 ഡിഗ്രി ഓപ്പണിംഗ് ഓഫ് ഡോസ്. അതിപ്പോൾ ഇതിനകത്ത് വന്നിട്ട് 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരു 85 ഡിഗ്രി വരെ നമുക്ക് പോകാൻ പറ്റും. അതായത് പ്രത്യേകിച്ച് വീട്ടിലെ ആർക്കും ഈ വാഹനത്തിനകത്ത് സുഖമായി കയറാം, സുഖമായിട്ട് ഇറങ്ങാൻ സാധിക്കും. സോ ഇതാണ് XEV9യുടെ ഇൻറ്റീരിയേഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ വാഹനം കുറച്ചും കൂടി ബേസ്ഡ് ഔട്ട് ഓഫ് XUV700 ആണ്. കൃത്യമായി പറയുകയാണെങ്കിൽ XUV700 ഒരു EV വേർഷൻ എന്ന് പറയാം. പ്രത്യേകിച്ച് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ XUV700ൻ്റെ ഫീൽ കിട്ടും. ഒരു ആഡ് ഓൺ സ്ക്രീൻ വന്നിട്ടുണ്ട്. അല്ലാത്ത രീതി ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് പ്രോപ്പർ ഒരു XUVയുടെ EV വേർഷൻ തന്നെയാണ്. അപ്പോൾ ഈ വാഹനത്തിനകത്ത് ഫസ്റ്റ് തന്നെ HUD വരുന്നത്. അപ്പോൾ എവിടെയെങ്കിലൊക്കെ നമുക്ക് മെർസിഡീസ് ബെൻസ് വാഹനങ്ങൾ ഇത് ഓർമ്മിപ്പിക്കും. അതുമാത്രമല്ല ആക്ച്വലി നമ്മുടെ തല മാറുന്നതനുസരിച്ച് ഈ വാഹനത്തിൻ്റെ ആ ഒരു സംഭവം മാറുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കൃത്യമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ
മാരുതിയുടെ വാഹനത്തിലൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ആക്ച്വലി അഡ്ജസ്റ്റ് ചെയ്യുക നമ്മുടെ ഹൈറ്റ് അനുസരിച്ച്. ഇതെൻ്റെ ആവശ്യമില്ല, നമ്മളിപ്പോൾ ഹൈറ്റുള്ള ആളാണെങ്കിൽ ഹൈറ്റിലും അല്ലാത്ത ആളാകുമ്പോൾ മാറും ചെയ്യും. ഇനി ഇതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി നമ്മൾ 2 സ്ക്രീൻ കണ്ടിട്ടുണ്ട്, ഇത് ആക്ച്വലി ഒരു സ്ക്രീൻ കൂടി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് കോ പാസഞ്ചറിന് ഓൺ ദ ഗോല് മൂവീസ് കാണാൻ പറ്റും, അത് മാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. ഒരൊറ്റ പ്രാക്ടിക്കാലിറ്റി ഇഷ്യൂ എന്താ വെച്ചാൽ ഡ്രൈവറിനും അതേപോലെ ഈ സംഭവം കാണാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി ലക്ഷറി വണ്ടിയിലേക്ക് എത്തുമ്പോൾ എന്താ വെച്ചാൽ ഡ്രൈവറിന് ഈ സാധനത്തിലേക്ക് എത്തുമ്പോൾ കാണാൻ സാധിക്കാറില്ല, പക്ഷേ ഡ്രൈവറിനും ഇവിടെ ഇരിക്കുന്ന പോലെ തന്നെ കാണും. ചെറിയൊരു ആംഗിൾ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഈ 2 വാഹനങ്ങളുടെ അകത്തും സെയിം ടു സെയിം ആണ് UI ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അതായത് ഈ വാഹനത്തിലുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് BE6ലും കാണാൻ സാധിക്കും. സ്റ്റിയറിംഗിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പുതിയ ജനറേഷൻ ഓഫ് സ്റ്റിയറിംഗ് വീലാണ്. ഇവിടെ മഹീന്ദ്രയുടെ ആ ഒരു പുതിയ BE ലോഗോ ഉണ്ട്. ആക്ച്വലി ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ടാറ്റയുടെ EV വാഹനങ്ങൾ ഓർമ്മിപ്പിക്കും. ശരിക്കും പറഞ്ഞാൽ ഇത് ആക്ച്വലി ടാറ്റ എന്ന് കോപ്പിയിടാണ് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഇവിടെ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. EVയിലെ പാഡൽ ഷിഫ്റ്റേഴ്സ് എപ്പോഴും ഇതിൻ്റെ റീജനെയാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം നോർമലാണ്, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ലെഫ്റ്റ് സൈഡിലെ ടെലിഫോണി അതുപോലെ തന്നെ മോഡൊക്കെ, റൈറ്റ് സൈഡിലെ ക്രൂസ് കൺട്രോളിൻ്റെ മോഡൊക്കെയാണ്. XCV9യുടെ ഡോർ പാഡിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മെർസിഡീസ് ബെൻസിൻ്റെ ഓർമ്മ വരും. പ്രത്യേകിച്ച് ഈ ഒരു സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും മെമ്മറി ഫംഗ്ഷനും. ഇവിടെ ഹാർമൻ കാർഡാണ്, അവിടെ ബർമിസ്റ്ററാണ്. സോ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് മെർസിഡീസിൻ്റെ ഓർമ്മ വരാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഡെവലപ്പർ പറഞ്ഞെന്താ വെച്ചാൽ മെർസിഡീസ് ബെൻസ്, ഔഡി, BMW ആ വാഹനമൊക്കെ മൊത്തത്തിൽ പിരിച്ചിട്ട് അതിൻ്റെ നല്ല ഭാഗങ്ങൾ മാത്രം കൊണ്ടുണ്ടാക്കിയൊരു വാഹനമാണത്. സോ അതിൻ്റെ നമുക്ക് പല സ്ഥലത്തും ആ ഫീൽ കാണാൻ സാധിക്കും. സെൻട്രൽ കൺസോളിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് AC വെൻസ് ഒക്കെ XUV700 ഒരു ഫീൽ നൽകും. അത് കുറച്ചുകൂടി പാറ്റേണൈസേഷനിൽ വ്യത്യാസമുണ്ട്. ഈ ഒരു ഭാഗം ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഫാനല്ല. ഇവിടെ ഹസാർഡ് ലൈറ്റും ഓട്ടോ പാർക്കും അതുപോലെ തന്നെ 360 ഇനീഷ്യലി നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം. ആ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഹാപ്റ്റിക് ഫീലും കൂടി ഉണ്ട്. ആക്ച്വലി ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിരുന്നു അത് ഫിസിക്കൽ ബട്ടൺ ആക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് USB ചാർജറും അതുപോലെ തന്നെ ഒരു വയർലെസ് ചാർജറും കൂടി കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ആ ഒരു ഗിയർ നോബ്. ആക്ച്വലി ഫങ്ഷണബിളാണ്, വലിയ പ്രശ്നങ്ങളൊന്നും പറയാനില്ല. ഓട്ടോ പാർക്ക് ഉണ്ട്, ഓട്ടോ ഹോൾഡ് ഉണ്ട്. അതുമാത്രമല്ല ഇതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, കാരണം ഇത് കുറച്ചും കൂടി ആ ഒരു ക്വാളിറ്റി കൊടുക്കാമായിരുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസിലും ചെറിയ രീതിക്കുള്ള എറേഴ്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇതിൻ്റെ കീ സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചെറിയ സാധനങ്ങൾ വെക്കാൻ പറ്റും. സീറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബോസ്റ്റേഴ്സൊക്കെ ഓക്കെയാണ്, വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ആണ്. കുറച്ചും കൂടി പ്രീമിയം ആക്കാൻ ഇവിടെ ഒരു സിൽവർ ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഓക്കെ എന്ന് മാത്രമേ പറയുള്ളൂ. ഇനി ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ക്യാമറ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്യാമറയുടെ മെയിൻ ഫംഗ്ഷൻ എന്താ വെച്ചാൽ ഇവർ പറഞ്ഞ് ഈ മോജി അതുപോലെ കുട്ടികൾ കളിക്കാനാണ്. ആക്ച്വലി അതല്ല ഇതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ നമ്മൾ വാഹനം ലോക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പുറത്തുള്ള 4 ക്യാമറ ഇതിൻ്റെ സറൗണ്ട് ക്യാമറയുടെ പണി നോക്കും. ഇത് ആക്ച്വലി DVRൻ്റെ പണി നോക്കും. അതായത് ബൈ ചാൻസ് വാഹനത്തിന് ഡോർ പൊട്ടിച്ചാരി അകത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സംഭവങ്ങളും ഇതിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. IRVM ഓട്ടോ ആണ്. ഇവിടെയാണ് ഈ വാഹനത്തിനടുത്ത് ADAS സൂട്ട് വരുന്നത്. ലെവൽ 2 സപ്പോർട്ട് ചെയ്യുന്ന വാഹനമാണ്. കുറേയേറെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ഞാൻ ഡ്രൈവിൽ പറയാം. എൻ്റെ ഫേവറേറ്റ് ഹാമൻ കാർഡോൻ്റെ 16 സ്പീക്കർ 1400 വാട്ട്സിൻ്റെ കിഡിലൻ സൗണ്ട് സിസ്റ്റമാണ് വിത്ത് ഡോൾബി അറ്റ്മോസ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഫസ്റ്റ് റോ. ഇനി നമുക്ക് സെക്കൻഡ് റോ ചെക്ക് ചെയ്യാം, കാരണം കൂപ്പയാണ് തലമുട്ടോ എന്നുള്ളത്. അത് മാത്രമല്ല ഈ വാഹനത്തിനകത്ത് ഒരു പ്രോപ്പറായിട്ടുള്ള മൂൺ റൂഫ് വരുന്നുണ്ട് വിത്ത് കുറേയേറെ ഫീച്ചേഴ്സ്. അപ്പോൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഫ്രണ്ടിനെക്കാട്ടിലും 90 ഡിഗ്രി ഇവിടെ കൃത്യമായിട്ടുണ്ട് പറയാം. അവിടെ ഒരു 85 ആണെങ്കിൽ ഇവിടെ 90 ഉണ്ട്. സോ ഈസി ഇൻഗ്രസ് ആണ്, അകത്ത് കയറിയിരിക്കാം. കംഫർട്ടബിളാണ് ടു ബി വെരി ഫ്രാങ്ക് പറയാം, കാരണം അണ്ടർ തൈ സപ്പോർട്ട് ഓക്കെയാണ്. കാല് നമുക്ക് എൻ്റെ അകത്ത് വെക്കാൻ സാധിക്കും. ഇതെൻ്റെ ഡ്രൈവിംഗ് പോർഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഞാൻ നല്ല രീതിക്ക് ബാക്കിലിട്ടു. എന്നിട്ടും എനിക്ക് ഇത്ര സ്പേസ് ഉണ്ട്. ഇവിടെ അമ്യൂണിറ്റീസിൻ്റെ ഭാഗമായിട്ട് സൺ ബ്ലൈൻഡൊക്കെ വന്നിട്ട് അതിന് നല്ല രീതിയിൽ ക്വാളിറ്റി ഉണ്ട്, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സീറ്റ്സ് പറഞ്ഞു അണ്ടർ തൈ സപ്പോർട്ട് നല്ല രീതിക്കുണ്ട്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലോറാണ് ബിക്കോസ് ഓഫ് ദ ഇൻഗ്ലോ പ്ലാറ്റ്ഫോം. നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, 3 പേർക്കുള്ള ഹെഡ് റെസ്റ്റ് ഉണ്ട്. തല തട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊപ്പിട്ടിട്ട് പോലും എൻ്റെ തല തട്ടുന്നില്ല. പിന്നെ എടുത്ത് പറയാനുള്ള വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഈ ഒരു ഇൻക്ലൈൻ ആംഗിൾ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സ്ട്രേറ്റ് ആണെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ ആക്കാൻ പറ്റും. സീറ്റിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് USB-C ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു iPad വെക്കാൻ പറ്റും. ബോസ് മോഡ് ഉണ്ട്, അതായത് ഫ്രണ്ടിൽ ഓണർ ഇല്ലെങ്കിൽ നമുക്ക് ഈ സീറ്റിനെ ഫ്രണ്ടിലേക്ക് ആക്കാൻ സാധിക്കും. ചാർജിങ്ങിന് USB-C കൊടുത്തിട്ടുണ്ട് ഞാൻ എടുത്ത് പറഞ്ഞു. അത് 2 സീറ്റിലുണ്ട്. 3 ഹെഡ് റെസ്റ്റിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ റിയറിൽ നമുക്ക് സറൗണ്ട് സ്പീക്കേഴ്സും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ മാത്രം ഏറ്റവും പ്രത്യേകത ഈ മാത്രത്ത് വരുന്ന ബൂട്ട് സ്പേസ് ആണ്. ഇതിനകത്ത് മോർ ദാൻ 600 ലിറ്റേഴ്സ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ബീഡ് ഇൻറ്റീരിയേഴ്സ്, അതും പെട്ടെന്ന്. ഈ വാഹനത്തിൻ്റെ ഡോറ് 90 അല്ല 110 ആണ്, കാരണം ഇങ്ങനെ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. സോ അകത്ത് കയറിക്കട്ടെ. യെസ്, ശരിക്കും ഈ വാഹനത്തിൻ്റെ ഡോറ് 90 ഡിഗ്രി ആകുമ്പോൾ ഗുണം എന്താ വെച്ചാൽ നമുക്ക് തുറന്ന് കയറാൻ എളുപ്പമാണ്, പക്ഷേ അടയ്ക്കണമെങ്കിൽ അത്രത്തോളം സ്ട്രെച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് AC-യുടെ ആ ബ്ലോവർ ഒന്ന് കുറച്ചേക്കാം. യെസ്, അപ്പോൾ XC9 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വാഹനമാണ് കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക്. അപ്പോൾ അതിൻ്റെ അകത്ത് എവിടെയൊക്കെ നമുക്ക് XUV700 കുറേ ഭാഗങ്ങൾ ഓർമ്മ വരുമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒന്നും ഓർമ്മ വരില്ല. ഇത് A to Z ഓൾ ന്യൂ ആണ്. സ്റ്റിയറിംഗ്
ഫ്ലാറ്റ് ബോട്ടം എന്ന് പറയാൻ പറ്റില്ല, ആക്ച്വലി ഇതിനകത്ത് 6 ഷേപ്പ് ഉണ്ട്. ബിയുടെ ലോഗോ കാണാൻ പറ്റും. സെയിം അവിടെ യൂസ് ചെയ്ത ഫംഗ്ഷൻസിലൊന്നും ഒരു മാറ്റമില്ല, സോ ഓവർ എക്സ്പ്ലനേഷൻ ഇല്ല. അതിൻ്റെ അകത്ത് 3 സ്ക്രീൻ ആണെങ്കിൽ ഇതിനകത്ത് 2 സ്ക്രീനാണ്, പക്ഷേ അതിനകത്ത് IO ബാക്കിയുള്ള കാര്യങ്ങളും സെയിം ടു സെയിം ആണ്. ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി സപ്പോർട്ട് ചെയ്യുന്ന HUD ഉണ്ട്, IRVM ഉണ്ട്. ഈ ഭാഗമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് കോക്പിറ്റിൻ്റെ ഫീൽ കിട്ടും. ഓട്ടോ പാർക്കൊക്കെ മറ്റേ മാത്രം താഴെയാണെങ്കിൽ ഇവിടെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ത്രസ്റ്റ് അപ്ലൈ ചെയ്യുന്ന ഫ്ലൈറ്റിൻ്റെ ആ ഒരു ലിവർ പോലെ ഫീൽ ചെയ്യും. ഇത് സെയിം 9 കണ്ട സംഭവമാണ്, പക്ഷേ ഇവിടെ നമുക്ക് ചാവി വെക്കാനുള്ളൊരു സ്ലോട്ട് ഉണ്ട്. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. ഇത് ആക്ച്വലി കൂൾഡാണ്. ഇതൊക്കെ ആക്ച്വലി നന്നായിട്ടുണ്ട്. പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ആക്ച്വലി ഡ്രൈവറിന് പുറത്ത് പോകാനും അവിടെ നിന്ന് ഇങ്ങോട്ട് ആർക്കും വരാൻ സാധിക്കില്ല. അത് മാത്രമല്ല AC ആക്ച്വലി ഡിഫ്യൂസ്ഡ് AC ആണ്. അപ്പോൾ ഡ്രൈവറിൻ്റെ ഭാഗം ഇതുവരെ AC വരും. അതിനുശേഷം ഇങ്ങനെയാണ് AC ലേഔട്ട് പോയിട്ടില്ല. സീറ്റ്സിൻ്റെ കേസൊക്കെ ആണെങ്കിൽ വെന്റിലേറ്റഡ് ആണ്. ബോൾസ്റ്റേഴ്സ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. തല തട്ടുന്നില്ല. വലിയൊരു മൂൺ റൂഫ് അവൈലബിൾ ആണ്. വിത്ത് ഇതിനകത്ത് ഫുൾ ലൈറ്റിംഗ് ആണ്. അതൊക്കെ രാത്രി എപ്പോഴെങ്കിലും വാഹനം ഓടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ബാക്കി ഞാൻ പറഞ്ഞ പോലെ സൗണ്ട് സിസ്റ്റം എല്ലാം ഹാമൻ്റെ സെയിം 1400 വാട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. സോ ഗുഡ്. ഇതായിരുന്നു ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട്. അത് മാത്രമല്ല ഇവിടെ നമുക്ക് 2 ഫോൺ വയ്ക്കാം. ഒരു ഫോണിൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള സൗകര്യം കൂടി കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് ഭയങ്കര ഇംപ്രസീവാണ്. ലേഡീസാണ് ട്രാവൽ ചെയ്യുന്നെങ്കിൽ അവരുടെ ഹാൻഡ് ബാഗ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വയ്ക്കാൻ സാധിക്കും. പെഡൽസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സ്പോർട്ടി ആക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് അലുമിനിയത്തിൻ്റെ യൂസേജും അതുപോലെ റബ്ബറിൻ്റെ യൂസേജും കൊടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് സെക്കൻഡ് റോ കൂടി നോക്കാം. XCV90യുടെ റിയർ എല്ലിൽ എടുത്തപ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷേ 6 വന്നപ്പോൾ ആക്ച്വലി ആ ഒരു ഫ്ലോർ പൊങ്ങിയത് കാണാൻ പറ്റും. അണ്ടർ സൈസ് സപ്പോർട്ട് ഇല്ലാതെയായി, കാലിവിടെ വെക്കാതെയായി. അപ്പോൾ ഈ വാഹനം കുറച്ചും കൂടി സ്പോർട്ടി വാഹനമാണ്. സോ മേ ബി അതുകൊണ്ടായിരിക്കും. ഒരു ഫാമിലി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് 90 ഈ വാഹനം കാണാൻ ഭയങ്കര ഭംഗിയാണെങ്കിൽ പോലും, പോർഷയുടെ ഫീലൊക്കെ നൽകിയെങ്കിൽ പോലും നമുക്ക് ഓരോ വട്ടം ഈ സാധനം തുറന്നടയ്ക്കാൻ ആ ഒരു സുഖമല്ല. നമ്മൾ ചിലപ്പോൾ തുറക്കുമ്പോൾ തിരിച്ചടയ്ക്കുമ്പോൾ നോക്കുമ്പോൾ ചിലപ്പോൾ ലോക്ക് ആവില്ല. കാരണം അത് വർക്ക് ചെയ്യുന്നത് ആ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയല്ല. സോ ഒന്നും കൂടി ടൈപ്പ് ചെയ്യണം. ഇവിടെ പവർ വിൻഡോൻ്റെ സ്വിച്ചൊക്കെ നമ്മൾ 90 കണ്ട സെയിം തന്നെയാണ്. 2 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഹാൻഡ് റെസ്റ്റും കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. സീറ്റ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ സെയിം ആണ്. USB-Cയും അതുപോലെ തന്നെ ഒരു iPad ഹോൾഡർ ഉണ്ട്. ഇവിടെ ഒരു മാഗസിൻ ഹോൾഡർ ഉണ്ട്. എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ അകത്ത് വന്ന റിയർ AC ആണ്. സോ അടിപൊളി നമുക്ക് പറയാൻ പറ്റും. ചെറിയൊരു ഇവിടെ സംഭവമുണ്ട്. ഇവിടെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. തല തട്ടുന്നില്ല, അത് കൺഫേം ആക്കാം. തൊപ്പിയിട്ടിട്ട് പോലും തട്ടുന്നില്ല. ഇതിൻ്റെ റിയർ ബൂട്ടിൻ്റെ സ്പേസ് നോക്കുകയാണെങ്കിൽ മോർ ദാൻ 400 ലിറ്റേഴ്സ്. സോ അതിന് 600+ ആണെങ്കിൽ ഇതിന് 400+ ആണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വാഹനങ്ങളുടെ എക്സ്റ്റീരിയേഴ്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ്. ഇനി ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ഈ വാഹനം ഈ കാണുന്ന ഭംഗിയും ഈ കാണുന്ന ഫീച്ചേഴ്സിൻ്റെ കൂടെ തന്നെ പെർഫോമൻസ് ഉണ്ടോയെന്ന് അത് നമുക്ക് ഇപ്പോൾ ചെക്ക് ചെയ്യാം. മഹീന്ദ്ര BE6e അതുപോലെ തന്നെ XEV90യുടെ ഡ്രൈവാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആക്ച്വലി ഇത് 2 ഡ്രൈവും ഒരൊറ്റ വീഡിയോയിലാണ്. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഈ 2 വാഹനങ്ങളും ബേസിക്കലി സെയിം ആണ്. അപ്പോൾ എവിടേക്കാണ് ഈ വാഹനം സെയിം? പ്ലാറ്റ്ഫോം, അതായത് ഇൻഗ്ലോ പ്ലാറ്റ്ഫോമിലാണ് ഈ 2 വാഹനങ്ങളും നിർമ്മിച്ചിട്ടുള്ളത്. സോ പ്ലാറ്റ്ഫോം സെയിം ആണ്. യൂസ് ചെയ്ത മോട്ടർ സെയിം ആണ്. ചാസയിൽ വന്ന സ്ട്രെങ്തനിങ് സെയിം ആണ്. ബ്രേക്കിംഗ് സെയിം ആണ്. ലൈക്ക് ബ്രേക്കിൽ യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജി സെയിം ആണ്. സ്റ്റിയറിംഗിൽ യൂസ് ചെയ്ത ടെക്നോളജി സെയിം ആണ്. അതായത് ഒരു 90% സെയിം ആണ്. പിന്നെ എന്താണ് മാറ്റം? മാറ്റം വരുന്നത് ഈ വാഹനത്തിൻ്റെ ആ ഒരു ലെങ്ത്തിലാണ്. അപ്പോൾ 90 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വലിയ വാഹനമാണ്. 6e എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ചെറിയ വാഹനമാണ്. വെച്ചിട്ട് കുറച്ചും കൂടി ചെറുതെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാത്തിനും 4.3 മീറ്ററിൻ്റെ മുകളിലാണ് വെഹിക്കിളിൻ്റെ ലെങ്ത്ത്. അപ്പോൾ 6ന് 4.3 ആണെങ്കിൽ ഇതിന് 4.7 ആണ്. സോ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള വെച്ചാൽ ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആണ് ഈ വണ്ടിയിൽ. ഈ 2 വണ്ടിയിലും ഞാൻ ഇംപ്രസ്ഡ് ആവാനുള്ള റീസൺ എന്താ വെച്ചാൽ മഹീന്ദ്ര എന്നൊരു ബ്രാൻഡിനകത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിങ്, ഇൻറ്റീരിയർ ഫീച്ചേഴ്സൊക്കെ. പക്ഷേ ഡ്രൈവിലും അതുപോലെ തന്നെ അത് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വലിയ കയ്യടി ഫോർ മഹീന്ദ്ര എൻജിനീയേഴ്സ്, സ്പെഷ്യലി വേലു സാർ, അദ്ദേഹത്തിൻ്റെ ടീമാണ് ഇത് ആക്ച്വലി വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ടോപ്പ് 5 പിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറയും ഈ വാഹനത്തിൻ്റെ റൈഡ് ക്വാളിറ്റി. അപ്പോൾ എങ്ങനെയാണ് ഇത് കമ്പയർ ചെയ്യുക? അപ്പോൾ മഹീന്ദ്രയുടെ പ്രസൻറ്റേഷനിലൊക്കെ അവർ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെക്കാട്ടിലും ഒരു 4 മടങ്ങ്, അതായത് ഒരു 70 lakhs to 80 lakhs വരുന്ന ആ ഒരു ലക്ഷറി കാർ സെഗ്മെൻറ്റിലാണ് ഇവർ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ വാഹനത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു 10ൽ 9 മാർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് മെർസിഡീസിൻ്റെ കുറേ വാഹനങ്ങൾ ഓടിച്ചു. അപ്പോൾ അതൊക്കെ ഒരു ആക്ച്വലി ബെഞ്ച് മാർക്കാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ വാഹനത്തിന് അറൗണ്ട് ഒരു 80% ആ വാഹനത്തിന് അടുത്ത് വരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മഹീന്ദ്ര ഏത് ലെവലിൽ നിന്ന് ഏത് ലെവലിലേക്ക് എത്തി എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ റൈഡ് ആൻഡ് കംഫർട്ടാണ്. അപ്പോൾ റൈഡിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കുറേയേറെ മാറ്റങ്ങൾ മഹീന്ദ്ര വരുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഫ്രണ്ടിൽ യൂസ് ചെയ്യുന്നത് ഐലിങ്കും റിയറിൽ യൂസ് ചെയ്യുന്നത് 5 ലിങ്ക് സസ്പെൻഷനാണ്. അത് കാരണം തന്നെയാണ് ഈ ഒരു കുഷണി റൈഡ് കിട്ടുന്നത്.
അതുമാത്രമല്ല ഈ വാഹനത്തിൻ്റെ ഡാമ്പിംഗ് ഫോഴ്സിൽ മാറ്റമുണ്ട്, ഡാമ്പിംഗ് ഫ്രീക്വൻസിയിൽ മാറ്റമുണ്ട്, ബംപ് സ്റ്റോക്ക് അതിലും മാറ്റമുണ്ട്. അപ്പോൾ ഇതെല്ലാം കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു കുഷണി റൈഡ് കിട്ടും. പക്ഷേ നമ്മൾ വണ്ടീനെ പുഷ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയും ഡൈനാമിക്കലി പ്രശ്നം വരുന്നില്ല. സോ മഹീന്ദ്ര സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ നോർമൽ സ്റ്റാൻഡേർഡ്സിലെ 10 ഔട്ട് ഓഫ് 10 ഇഫ് കമ്പയർഡ് ടു ലക്ഷറി കാർസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 9.5 ഔട്ട് ഓഫ് 10 കൊടുക്കാം. റിയലി ഇംപ്രസ്ഡ്. അപ്പോൾ ഈ സസ്പെൻഷൻ്റെ കൂടെ തന്നെ ഈ വാഹനത്തിനകത്ത് വന്ന മേജറായിട്ടുള്ള മാറ്റം ഈ വാഹനത്തിൻ്റെ NVH ലെവൽസാണ്, നോയ്സ് വൈബ്രേഷൻ ഹാർഷ്നെസ്. അവിടെയും നമുക്കിതിന് 10ൽ 9 മാർക്ക് കൊടുത്തേ പറ്റൂ. കാരണം ഞാൻ പറഞ്ഞു അബ്സോർപ്ഷൻ നമുക്ക് ഇൻറ്റീരിയറിൽ ഫീൽ ചെയ്യുന്നില്ല സ്പ്രിങ്ങിൻ്റെ കേസിൽ. പക്ഷേ അതുപോലെ തന്നെ നോയ്സും വൈബ്രേഷനും ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് കൂടി പോകുന്നത് ഒരു മഹീന്ദ്രയുടെ ട്രാക്ടറാണ്. പോയി എന്നുള്ളത് ഭയങ്കര ആ ഒരു കാറ്റ് പോകുന്ന ഫീൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ആ ഒരു ശബ്ദം എനിക്ക് ഫീൽ ചെയ്തില്ല. സോ ഇതിനകത്ത് ഈ ഒരു NVH ലെവൽസ് വരാം. പ്രത്യേകിച്ച് ഒരു വാഹനത്തിനകത്ത് NVH എപ്പോഴും ഇഷ്യൂ ഉണ്ടാക്കുന്നത് ടയർ നോയ്സാണ്. അപ്പോൾ ഇതിനകത്ത് ടയർ നോയ്സിനകത്ത് അബ്സോർബേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം, അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അതായത് ടയർ നമ്മൾ ആക്ച്വലി അതിൻ്റെ അകത്തൊരു അബ്സോർബിങ് മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്. അത് കാരണം തന്നെയാണ് ഈ വാഹനത്തിന് ഈ ഒരു നോയ്സ് റേഷ്യോ ഇത്രത്തോളം കട്ട് ചെയ്യാൻ തോന്നിയത്. അത് മാത്രമല്ല ഈ വാഹനത്തിൻ്റെ ആ ഒരു സീലിംഗ് മെക്കാനിസം കൂടി നല്ലതാണ്. കാരണം EV ആകുമ്പോൾ എപ്പോഴും സീലിംഗ് മെക്കാനിസം കുറച്ചും കൂടി നല്ലതായിരിക്കും ഇഫ് കമ്പയർഡ് ടു IC. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എയർ നോയ്സും വിൻഡ് നോയ്സും നല്ല രീതിക്ക് ഈ ഒരു വാഹനത്തിൻ്റെ അകത്തേക്ക് വരാത്ത രീതിക്ക് ഇവർക്ക് തടയാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ അടുത്ത 2-3 ഫീച്ചേഴ്സ്, അതായത് വാഹനത്തിനകത്ത് വരുന്ന മോട്ടർ. അപ്പോൾ നോർമലി പവർഫുൾ ആയിട്ടുള്ള മോട്ടറിന് 220 വോട്ട്സ് അറൗണ്ട് 380 ന്യൂട്ടൺ ഓഫ് ടോർക്ക് നൽകുന്നുണ്ട്. പക്ഷേ ഈ മോട്ടറിൻ്റെ പ്ലേസ്മെൻ്റാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് റിയർ വീൽ ഡ്രിവൺ വാഹനമാണ്. അപ്പോൾ ഒരു വാഹനം റിയർ വീൽ ഡ്രിവൺ ആകുമ്പോൾ നമുക്ക് നല്ല രീതിക്കുള്ള സ്പോർട്ടിനെസ് കിട്ടും. ഫ്രണ്ടിൽ വരുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഫ്രണ്ടിൽ വണ്ടി നമ്മൾ പുഷ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു ഫോഴ്സ് ഉണ്ട്, ആ ഒരു ഫോഴ്സും ആ ഒരു വെയിറ്റും ബാക്കിലേക്കാണ് ട്രാവൽ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സ്റ്റെബിലിറ്റിയിൽ ചെറിയ മാറ്റം ഉണ്ടാവും. അത് ഈ ഒരു വാഹനത്തിനകത്ത് ഇല്ല, കാരണം റിയറിലെ മോട്ടർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായി പറയാറുണ്ട് റിയർ വീൽ ഡ്രൈവ് വാഹനങ്ങൾക്കാണ് പ്രത്യേകിച്ച് സുഖം ഓടിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു സംഭവം ഈ വാഹനത്തിനകത്ത് ഉണ്ട്. സോ അതെടുത്ത് പറയണം. അത് മാത്രമല്ല ഭയങ്കര പവർഫുള്ളാണ്. 380 ന്യൂട്ടൺ മീറ്റർ ഫോർ ദിസ് കാർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് 0 to 100 ഒക്കെ ഏകദേശം 6.7 സെക്കൻഡ്സിൽ ചെയ്യാൻ പറ്റും. 9 ആണെങ്കിലും 6 ആണെങ്കിലും അതിൽ വലിയൊരു മാറ്റമില്ല, 1-2 സെക്കൻഡ്സിൻ്റെ വ്യത്യാസമുള്ളൂ, ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ സൈസ്. ഇനി ഈ വാഹനത്തിൻ്റെ ബാറ്ററി പാക്കിനെ കുറിച്ച് പറയാം. അപ്പോൾ മഹീന്ദ്ര എവിടെയും പറയാത്തൊരു കാര്യം ഞാൻ അടുത്ത് പറയാം. ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് BYDയുടെ സെൽ ടെക്നോളജിയാണ്. അപ്പോൾ BYDയുടെ സെൽ ടെക്നോളജി അവർ ഡയറക്റ്റ്ലി ബാറ്ററി ആയിട്ടല്ല ഇമ്പോർട്ട് ചെയ്യുന്നത്, സെല്ലായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവരുടെ എഞ്ചിനീയേഴ്സ് അതിനെ കുറച്ചും കൂടി വർക്ക് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ വണ്ടിനകത്ത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെയിൻലി BYDയുടെ കുറേ വാഹനങ്ങൾ ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ടെക്നോളജി പക്കയാണ്. പക്ഷേ ഈ വാഹനത്തിലേക്ക് വന്നുമ്പോൾ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വാഹനം ഞാൻ എടുത്തപ്പോൾ ഏകദേശം 425 ആയിരുന്നപ്പോൾ ഏകദേശം ഇപ്പോൾ 258 ആയി. അപ്പോൾ ചാർജ് ഇറങ്ങുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി പെട്ടെന്ന് ഇറങ്ങും. ദ റീസൺ എന്താ വെച്ചാൽ മേ ബി ഇത് കുറച്ചും കൂടി ഒരു സ്പോർട്ടി വേർഷനിലേക്കാണ് ട്യൂൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു റീസൺ ആവും. പക്ഷേ ഇഫ് കമ്പയർ ടു BYD നോക്കുമ്പോൾ അത് കുറച്ചും കൂടി ലീനിയറാണ്, ഇത് കുറച്ചും കൂടി പെട്ടെന്ന് ഇറങ്ങുന്നുണ്ട്. അതാണ് വ്യത്യാസം. പക്ഷേ ടെക്നോളജി എല്ലാം സെയിമാണ്. നെയിൽ പെനിട്രേഷൻ ടെസ്റ്റ്, വെയിറ്റ് ടെസ്റ്റ് ഇതെല്ലാം പാസ്സായിട്ട്. അത് മാത്രമല്ല ഈ ഒരു ബാറ്ററിനെ വെള്ളത്തിലൊരു അരമണിക്കൂർ ഇട്ട് പോലും ഒന്നാവില്ല, കത്തിപ്പിടിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. സോ അതെല്ലാം അപ്ലൈ ചെയ്യും. കാരണം വെച്ചാൽ നമുക്കറിയാം BYD ഈസ് റിലയബിൾ ഫോർ ബാറ്ററി. ഇനി ഈ വാഹനത്തിൻ്റെ സ്റ്റീരിങ്ങിൻ്റെ അകത്ത് മേജറായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നോർമലി സ്റ്റീരിങ്ങിൽ വന്ന മാറ്റം, ഇതിനകത്ത് ആ ഒരു സ്റ്റീരിങ്ങിൻ്റെ മോട്ടർ നോർമലി ഇതിൻ്റെ ആ ഒരു ഭാഗത്തായിരിക്കും. അതിന് ഇവർ എന്താ ചോദിച്ചാൽ കുറച്ചും കൂടി താഴത്തേക്ക് കൊണ്ടുപോയി വെച്ചു. കാരണം ഇതൊരു EV ആണ്, ഫ്രണ്ടിൽ കംപ്ലീറ്റ്ലി ഖാലിയാണ്. അതുകൊണ്ട് നമുക്ക് ആ മോട്ടർ താഴത്തേക്ക് വെക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ സ്റ്റീരിങ് റെസ്പോൺസിൽ മാറ്റമുണ്ട്. പ്രിസിഷൻ എന്നൊരു വാക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹീന്ദ്ര സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പോൾ ഇന്ന് മഹീന്ദ്ര വാഹനങ്ങളുടെ അകത്തുള്ള ഏറ്റവും നല്ല സ്റ്റീരിംഗ് ആണ് ഈ കാണുന്ന 6E അതുപോലെ 9E ഇനി ഇതൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ കോമൺ സംഭവങ്ങൾ. അത് മാത്രമല്ല ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയണം. ഇൻഗ്ലോ എന്നാണ് പ്ലാറ്റ്ഫോമിൻ്റെ പേര്. ഇൻഗ്ലോ ആക്ച്വലി സ്റ്റാർട്ട് മുതൽ അവസാനം വരെ EVക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തൊരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ എന്താണ് മാറ്റം ബോൺ ഇലക്ട്രിക്കും നോർമൽ വാഹനം വെച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് കേവ് എടുക്കാം. കേവിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോം ബോൺ ഇലക്ട്രിക് അല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ആ വാഹനത്തിൻ്റെ വയറിങ് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അഡാപ്റ്റേഷൻ സംഭവിച്ചിട്ടുണ്ട് IC to EV. പക്ഷേ അത് ഇതിൻ്റെ അകത്ത് സംഭവിച്ചില്ല. അത് കാരണം ഇത് കുറച്ചും കൂടി റിലയബിൾ ആയിരിക്കും ഇൻ ടേംസ് ഓഫ് ഗ്ലിച്ചേഴ്സൊക്കെ. അതായത് ഗ്ലിച്ചേഴ്സൊക്കെ ഈ വാഹനത്തിനകത്ത് വളരെയേറെ കുറവായിരിക്കണം. ഇനി നമുക്ക് നോക്കാനുള്ള വാഹനത്തിൻ്റെ അകത്ത് വരുന്ന ആ ഒരു സ്ട്രക്ചർ റിജിഡിറ്റി. അപ്പോൾ ഈ വാഹനം പ്രസൻറ്റേഷനിൽ തന്നെ മഹീന്ദ്ര പറഞ്ഞത് 5 സ്റ്റാർ റേറ്റഡ് ആണ്. സോ ആ ഒരു കേസിൽ എനിക്കും ഡൗട്ടില്ല, കാരണം മഹീന്ദ്ര മിക്ക വാഹനങ്ങളിലും 5 സ്റ്റാർ ഉണ്ട്. സോ നമുക്ക് ഈ വാഹനത്തിനെ ആ ഒരു രീതിക്ക് വിശ്വസിക്കാം. ഇനി ഈ വാഹനത്തിനകത്ത് ടെക്നോളജി ഇൻകോപ്പറേഷനാണ് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ നോർമലി ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ ADAS ലെവൽ 2 ഇഷ്ടംപോലെ വാഹനം ഓടിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ADAS ലെവൽ 2 ഇഫ് കമ്പയർഡ് ടു ഇതിൻ്റെ കോമ്പറ്റീറ്റർ വാഹനം വെച്ച് നോക്കുമ്പോൾ നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് ഒരു എന്താ പറയുക പ്രോബ്ലം ഫീൽ ചെയ്തില്ല. നോർമലി ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഞാനിപ്പോൾ ഒരു ലെയിനിലേക്ക് എടുത്തിട്ട് യെസ്, അതിനുശേഷം കണ്ടോ ഞാനൊന്നും ചെയ്തില്ല, ഓട്ടോമാറ്റിക്കലി വണ്ടി ആ ഒരു ലെയിനിൽ വന്നു.
അപ്പോൾ ഞാൻ പറയാറുണ്ട് എപ്പോഴും ഹുണ്ടായി വണ്ടികളുടെ എഡാസാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് റേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയിലെ HUD ആണ്. മെർസിഡീസിൻ്റെ ഒക്കെ വില കൂടിയ 1 കോടി വണ്ടിയുടെ അകത്തൊക്കെ വരുന്ന സെയിം സംഭവമാണ്. കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. അതെന്താ മാറ്റം വെച്ചാൽ അവരൊരു ക്ലാരിറ്റിയിലെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമുക്ക് 1 കോടി കിട്ടുന്ന ഫീച്ചേഴ്സ് 20 ലക്ഷത്തിൽ കിട്ടുമ്പോൾ വരുന്ന ചെറിയ മാറ്റം അത് നമുക്ക് ആക്ച്വലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. കുറ്റമായിട്ട് ഞാനിതിനെ എവിടെയും പറയുന്നില്ല. പിന്നെ ഈ ഒരു വാഹനത്തിനകത്ത് യൂസ് ചെയ്യുന്ന പ്രൊസസ്സറെല്ലാം നമ്മൾ കാണുന്ന സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യുന്ന സെയിം പ്രൊസസ്സറാണ്. ഭയങ്കര ഫാസ്റ്റാണെന്നൊക്കെയാണ് മഹീന്ദ്ര പറഞ്ഞത്. പക്ഷേ ഒരിക്കലും ഇത് 1 കോടി വണ്ടിയായിട്ട് കമ്പയർ ചെയ്ത് അവിടെ നമുക്ക് ചെറിയ രീതിക്കുള്ളൊരു ലാഗ്നെസ് ഫീൽ ചെയ്യും. പക്ഷേ ഇഫ് കമ്പയർ ടു ഈ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ സെഗ്മെൻറ്റ് ബെസ്റ്റ് ആണെന്ന് പറയാം. ഇനി വാഹനത്തിൻ്റെ വ്യൂബിലിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ ഇനീഷ്യലി എനിക്ക് തോന്നി ഫ്രണ്ട് കാണാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷേ ആ ഒരു പ്രശ്നമൊന്നും വണ്ടി ഓടിക്കുമ്പോൾ ഇല്ല. സോ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ഭാഗങ്ങളൊക്കെ കാണാം. ഭയങ്കര വലിയ ഇതാണ്, എയറിനെസ് ഉണ്ട്, വലിയൊരു മൂൺ റൂഫ് വരുന്നുണ്ട്. നമുക്ക് എവിടെയും ഒരു ക്ലോസ്ട്രോഫോബിക് ഫീൽ ഈ വാഹനത്തിനകത്ത് ഇല്ല. ഇതല്ലാതെ കുറേയേറെ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് സെൽഫി മോഡ്, ഇപ്പോൾ ഇത് ആക്ച്വലി സെൽഫി മോഡിനെക്കാളും നല്ല എവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വീഡിയോ കോൾസൊക്കെ എടുക്കാം. പ്രത്യേകിച്ച് ഈ ക്ലാസ്സിലൊക്കെ ഇത് വലിയ ഫീച്ചറായിട്ട് പറഞ്ഞ സാധനം. അതൊക്കെ നമുക്ക് 20 ലക്ഷത്തിൻ്റെ വാഹനത്തിനകത്ത് കിട്ടുന്നതിൽ ശരിക്കും പറഞ്ഞാൽ ആരും ഹാപ്പി ആവുന്നുള്ള കാര്യം പറയാം. ഇനി എവിടെയാണ് ഒരു പ്രശ്നങ്ങൾ? അപ്പോൾ പ്രശ്നങ്ങൾ അങ്ങനെ എടുത്തു പറയാനല്ല, കാരണം നമ്മൾ മിക്ക ആളുകളും പ്രശ്നങ്ങളാണ് കണ്ടുപിടിക്കാറ്. എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ ചെറിയ ചെറിയ സാധനം എർഗണോമിക്സ് കേസിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് കൈ ഇടുമ്പോൾ എൻ്റെ കൈ പോകുന്നില്ല, അത് മാത്രം സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ ചെറിയ പ്രശ്നം, അങ്ങനത്തെ സംഭവങ്ങളാണ്. പക്ഷേ ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ മഹീന്ദ്ര വേറൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പറയുന്നത് ഈ ഒരു പ്രൈസ് പോയിൻ്റ് കേസിലാണ്. അപ്പോൾ ഈ വാഹനത്തിനകത്തുള്ള 2 വ്യത്യാസം കൂടി പറയാം. അതായത് 6C അതുപോലെ 9 തമ്മിൽ മേജറായിട്ടുള്ള വ്യത്യാസം ഇതിൻ്റെ ആ ഒരു ക്യാരക്ടറിലാണ്. ഈ വാഹനം കുറച്ചും കൂടി സ്പോർട്ടിയാണ്. ഈ വാഹനത്തിൻ്റെ ഡൈനാമിക്സ് കുറച്ചുകൂടി നല്ലതാണ്. ഈ വാഹനം കുറച്ചും കൂടി സോളിഡ് ബിൽഡ് പോലെ ഫീൽ ചെയ്യും. ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ചുകൂടി ഹാർഡർ പോലെ ഫീൽ ചെയ്യും. മറ്റേതാകുമ്പോൾ കുറച്ചുകൂടി ഫാമിലി ഓറിയൻറ്റഡ് ആണ്. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളുണ്ട്. പക്ഷേ ചില സ്ഥലത്തൊക്കെ സോഫ്റ്റനിങ് വന്നിട്ട് അപ്പോൾ വാഹനം കുറച്ചും കൂടി ഒരു കാർ ലൈക്കാണ്, ഇത് കുറച്ചും കൂടി സ്പോർട്സ് കാർ ലൈക്കാണ്. ഇതായിരുന്നു ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള ഈ ഒരു ടൈമിൽ എനിക്ക് പറയാൻ പറ്റിയ മാക്സിമം കാര്യങ്ങൾ. ഇനി ബാക്കിലത്തെ സീറ്റിൻ്റെ കേസും കൂടി നോക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനത്തിനകത്ത് കംഫർട്ടബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം EV ആണ്. ഇപ്പോൾ EVയിലെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു പ്ലാറ്റ്ഫോം പൊങ്ങിയിരിക്കുന്ന കാരണം നമുക്ക് ആ ഒരു നോർമൽ കാറിലിരിക്കുന്ന ഒരു ഫീൽ കിട്ടില്ല. കുറച്ചുകൂടി കാല് റേസ്ഡ് അപ്പ് ആയിരിക്കും. ചെറിയ രീതിക്ക് അണ്ടർ തൈ സപ്പോർട്ടിൽ കുറവ് വരും. ഇത് തന്നെയാണ് 2 വാഹനത്തിൽ സംഭവിച്ചത്. പക്ഷേ ഇതൊന്നും എവിടെ ഒരു പ്രശ്നമല്ല. നമുക്ക് ലോങ് ക്രൂസ് ചെയ്യാനും അല്ലാത്തപ്പം ഇതെല്ലാം ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിനെക്കുറിച്ചുള്ളൊരു ഫസ്റ്റ് പ്രിവ്യൂ അല്ലെങ്കിൽ ഫസ്റ്റ് ഡ്രൈവ് പ്രിവ്യൂ എന്ന് പറയാം. അപ്പോൾ ഈ വാഹനം ലോങ് ടേമറായി കിട്ടുമ്പോൾ അല്ലെങ്കിൽ കുറേ ദിവസത്തേക്ക് ഇരിക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ വാഹനത്തിൻ്റെ കുറേയേറെ ഫീച്ചേഴ്സ് എനിക്ക് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വാഹനം നമുക്ക് ഓട്ടോ പാർക്ക് ഉണ്ട്. അതായത് ഓട്ടോ പാർക്ക് എല്ലാ വാഹനത്തിലുണ്ട്. പക്ഷേ നമുക്ക് വാഹനത്തിന് പുറത്തിറങ്ങിയിട്ട് ഫോൺ വെച്ചിട്ട് ഇതിനെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ അടുപ്പിച്ച് 2 വണ്ടി എടുത്തിട്ട് നമുക്ക് ഡോർ തുറക്കാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ഈ ഒരു വാഹനത്തിന് അവിടെ കൊണ്ടുപോയി നമുക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വേർഡിക്ട് ടൈമാണ് മഹീന്ദ്ര BE6യും അതുപോലെ തന്നെ HEV 9EV കുറിച്ച്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നോർമൽ കണ്ടീഷൻസിൽ എല്ലാ റോഡിലും ഞാൻ ഓടിച്ചു. അതല്ലാതെ മഹീന്ദ്രയുടെ ടെസ്റ്റ് ട്രാക്കിൽ ഓടിച്ചു. ഇവിടെ നമുക്ക് പല രീതിക്ക് വാഹനം ടെസ്റ്റ് ചെയ്യാൻ സാധിച്ചു. അതിൽ ഞാൻ ലിറ്ററലി ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ മഹീന്ദ്രയുടെ ഏറ്റവും വലിയ ചീത്തപ്പേര് എന്താണെന്ന് വെച്ചാൽ മഹീന്ദ്ര ആദ്യം ഇറക്കിയ EV അത്രത്തോളം നല്ലതായിരുന്നില്ല എന്നാണ് മിക്ക ആൾക്കാർക്കും അഭിപ്രായം. സോ ആ ഒരു അഭിപ്രായം ഇനി മുതൽ ഇല്ല എന്ന് എനിക്ക് 100% പറയാം. സോ ഈ വാഹനത്തിന് 2 ക്യാരക്ടേഴ്സാണ് 2 വാഹനങ്ങൾക്ക്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 6C എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ അത് സജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ 9E സജസ്റ്റ് ചെയ്യും. പക്ഷേ കൊടുക്കുന്ന പൈസ, അതായത് ഈ ഒരു വാഹനത്തിന് ഏകദേശം 20 lakhs ആണ്. അത് മാത്രമല്ല 9Eക്ക് വരുന്നത് ഏകദേശം 23 ലക്ഷമാണ് ഓൺ റോഡ്. അപ്പോൾ ഈ ഒരു പ്രൈസിന് ഇത് വർത്ത് ദ ബൈ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഈ വീഡിയോയിൽ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഉറപ്പായിട്ടും ഷെയർ ചെയ്യാം.